റോമാലേഖനം 1:7 അവരിൽ യേശുക്രിസ്തുവിനുള്ളവരായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 1:6 നമുക്ക് മനസ്സിലാക്കാം, പുതിയ നിയമസഭയുടെ അടിസ്ഥാന അപ്പോസ്തലന്മാർ പിതാവായ ദൈവത്തിൽ നിന്നാണ് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഹല്ലേലൂയ. ശ്രേഷ്ഠന്മാരായ പുതിയ നിയമ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് നിയമിച്ച അതേ പിതാവായ ദൈവമാണ് ബലഹീനരും ഇളയവരുമായ നമ്മളെ തിരഞ്ഞെടുത്ത് നിയമിച്ചത്. ഹല്ലേലൂയ. ഈ ലോകം നമ്മളെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ബലഹീനതകളുടെ പേരിലും മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ മാറ്റി നിർത്താതെ, ഹല്ലേലൂയ, നമ്മളെ നിത്യസ്നേഹത്താൽ, ഹല്ലേലൂയ, നമ്മളെ തിരഞ്ഞെടുത്ത് നിയമിച്ച ഒരു സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രഗൽഭന്മാരുടെ ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ ശ്രേഷ്ഠന്മാരുടെ ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ പിതാവായ ദൈവം നമ്മെ തൻ്റെ പ്രിയ പുത്രൻ്റെ രാജ്യത്തിന് ഉള്ളവരായി, തൻ്റെ പ്രിയ പുത്രനുള്ളവരായി നമ്മളെ വിളിച്ചു. നമ്മളെ തൻ്റെ പ്രിയ പുത്രൻ്റെ നിത്യരാജ്യത്തിൽ ഉൾപ്പെട്ടവരായി തീർത്തു. ഹല്ലേലൂയ. ഈ ലോകത്ത് നമ്മൾ കാണുമ്പോൾ പലതരം കൂട്ടങ്ങളുണ്ട്. ബിസിനസ്സുകാരുടെ കൂട്ടം, തൊഴിലാളികളുടെ കൂട്ടം, കർഷകരുടെ കൂട്ടം, അങ്ങനെ പലതരം കൂട്ടങ്ങളുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം വെല്ലുന്ന ഒരു സർവശ്രേഷ്ഠമായ കൂട്ടമുണ്ട്. അതാണ് ക്രിസ്തുയേശുവിലുള്ളവരുടെ കൂട്ടം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനുള്ളവരായി നമ്മളെ ദൈവം, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് വിളിച്ച്, ഹല്ലേലൂയ, ഉള്ളവർ നമ്മളെ അവഗണിച്ചപ്പോൾ, ഈ ലോകം നമ്മളെ പരിഗണിക്കാതെ അവഗണിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മളെ നിത്യസ്നേഹത്താൽ വിളിച്ച്, ഹല്ലേലൂയ, തൻ്റെ പ്രിയപുത്രൻ്റെ നിത്യരാജ്യത്തിന് അവകാശികളായി മാറ്റിയ പിതാവിൻ്റെ സ്നേഹമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.